ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു വെജിറ്റബിൾ കട്ട്ലറ്റ് ആണ്. സ്വീറ്റ് കോൺ പൊട്ടറ്റോ കട്ട്ലറ്റ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. പേര് പോലെ തന്നെ പ്രധാനമായും നമുക്ക് വേണ്ടത് സ്വീറ്റ് കോൺ ആണ്. 1.5 കപ്പ് സ്വീറ്റ് കോൺ ഞാൻ ബോയിൽ ചെയ്തിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പൊട്ടറ്റോ ആണ്. 2 മീഡിയം സൈസ് പൊട്ടറ്റോ നന്നായി വേവിച്ച് ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് സവാള പൊടിയായി അരിഞ്ഞത്, 2 പച്ചമുളക്, 1 സ്പൂൺ ഇഞ്ചി, 3 സ്പൂൺ മൈദ, 1 സ്പൂൺ കോൺഫ്ലവർ, സോൾട്ട് എന്നിവയാണ്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കോൺ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. കട്ട്ലറ്റിന് വേണ്ടുന്ന മിക്സ് തയ്യാറാക്കാം. അതിനായി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഗ്രൈൻഡ് ചെയ്ത കോണ്, ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, 3 സ്പൂൺ അരിപ്പൊടി, 1 സ്പൂൺ കോൺഫ്ലവർ എന്നിവ ചേർത്ത് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കുക. ഓരോ ഉരുളകളാക്കി എടുത്ത് നമുക്ക് വേണ്ടുന്ന ഷേപ്പിലേക്ക് ഇതിനൊന്ന് മോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോ ഉരുളകളെടുത്തൊന്ന് പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കോട്ടിങ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ 3 സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. തീർത്തും കട്ടിയില്ലാതെ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് വേണം നമുക്കിത് എടുക്കാൻ. നമ്മൾ ഉരുളകളാക്കി വെച്ചിരിക്കുന്ന ഓരോന്നും ഇതിൽ ഡിപ്പ് ചെയ്ത് വേണം നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഞാൻ 4 പീസ് ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് ബ്രെഡ് ക്രംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൗണ്ട് ഷേപ്പിൽ ആക്കിയിരിക്കുന്ന നമ്മുടെ കട്ട്ലറ്റിൻ്റെ മിക്സ് എടുത്ത് മാവിൽ മുക്കിയിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലും മുക്കി ഡിപ്പ് ചെയ്ത് നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ എടുത്തു, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് ഓരോ കട്ട്ലറ്റും അതിലിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയത്തിലിട്ട് വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഒരു 3-4 മിനിറ്റ്സ് കഴിയുമ്പോൾ നിങ്ങൾക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 വശവും നല്ല ഡാർക്ക് ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വീറ്റ് കോൺ പൊട്ടറ്റോ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിരിക്കുന്നു. നമുക്കിത് ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.